Hello everyone, welcome back to the new episode of Jafo's Basic Spoken English Practice Course. ഈ കോഴ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് ബേസ് ലെവലിൽ, ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആളുകൾക്ക് ഏറ്റവും ബേസ് ലെവലിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനുള്ള ഒരു കിഡിലൻ കോഴ്സാണ്, ഒരു 30-day ചലഞ്ചാണിത്. ഈ കോഴ്സിൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് ദ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പ്. വെജിറ്റബിൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പിലോ നമ്മൾ ചെന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ നിർബന്ധമായും ആവശ്യമായി വരുന്ന കുറേ എക്സ്പ്രഷൻസും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പാറ്റേൺസും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ഡേ 2-ലിരിക്കുന്ന ഈ രണ്ടാമത്തെ ടോപ്പിക്കായി ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ആദ്യാവസാനം ഈ കോഴ്സ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഈ ഒരു സീരീസിനോട് സഹകരിക്കും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ക്ലാസ്സുകൾ രാത്രി 8 മണിക്ക്, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 8 മണിയാകുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിതൗട്ട് ഫർദർ ഡിലേ. ഇന്നത്തെ ടോപ്പിക് ഒരിക്കൽ കൂടി ഞാൻ പറയാം. അറ്റ് ദ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പ്. വെജിറ്റബിൾ ഷോപ്പിൽ, ഫ്രൂട്ട് ഷോപ്പിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വൊക്കാബുലറി കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ എക്സ്പ്രഷൻ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡു യു ഹാവ് എനി റൈപ്പ് ഡാഷ്. അതായത് ഒരു ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴുത്ത മാങ്ങയോ പഴുത്ത പഴമോ അങ്ങനെ എന്തെങ്കിലും പഴുത്തത് വേണം എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എന്ന് ചോദിച്ചാൽ ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഡു യു ഹാവ് സംതിങ്, ഡു യു ഹാവ് റൈസ്, ഡു യു ഹാവ് ബനാനാസ്, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ പഴുത്തതുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ പഴുത്തത് റൈപ്പ് എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഡു യു ഹാവ് എനി റൈപ്പ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നോക്കൂ. നല്ല പഴുത്ത മാങ്ങയുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് മാംഗോസ്. ഡു യു ഹാവ് എനി റൈപ്പ് മാംഗോസ്. നല്ല പഴുത്ത മാങ്ങയുണ്ടോ? അപ്പോൾ ഇനി തെറ്റിക്കാതെ ചോദിക്കണം. നല്ല പഴുത്ത മാങ്ങയുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് മാംഗോസ്. നല്ല പഴുത്ത വാഴപ്പഴമുണ്ടോ? നല്ല പഴുത്ത വാഴപ്പഴമുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് ബനാനാസ്. ഡു യു ഹാവ് റൈപ്പ് ബനാനാസ് ഓർ ഡു യു ഹാവ് എനി റൈപ്പ് ബനാനാസ്. അപ്പോൾ ആ എനി കൂടെ ചേർക്കുമ്പോൾ അതിനൊരു സ്വാഭാവികത വരും ആ സംഭാഷണത്തിന്. അപ്പോൾ ഡു യു ഹാവ് എനി റൈപ്പ് ബനാനാസ്. നല്ല പഴുത്ത പപ്പായയുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് പപ്പായാസ്. ഡു യു ഹാവ് എനി റൈപ്പ് പപ്പായാസ്. നല്ല പഴുത്ത പേരയ്ക്കായുണ്ടോ? പേരയ്ക്കയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? പേരയ്ക്കയ്ക്ക് ഗ്വാവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഗ്വാവ. ഓക്കെ, അപ്പോൾ നല്ല പഴുത്ത പേരയ്ക്കയുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് ഗ്വാവാസ്. ഡു യു ഹാവ് എനി റൈപ്പ് ഗ്വാവാസ്. ഓക്കെ, അടുത്തത് നല്ല പഴുത്ത സീതാപ്പഴമുണ്ടോ? സീതാപ്പഴത്തിന് നമ്മൾ കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് സാധാരണ പറയുക. കസ്റ്റാർഡ് ആപ്പിൾ. ഓക്കെ, അപ്പോൾ നല്ല പഴുത്ത സീതാപ്പഴമുണ്ടോ? ഡു യു ഹാവ് എനി റൈപ്പ് കസ്റ്റാർഡ് ആപ്പിൾസ്. ഡു യു ഹാവ് എനി റൈപ്പ് കസ്റ്റാർഡ് ആപ്പിൾസ്. അപ്പോൾ ഡു യു ഹാവ് എനി റൈപ്പ്, ഡു യു ഹാവ് എനി റൈപ്പ്, ഡു യു ഹാവ് എനി റൈപ്പ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ പലയാവർത്തി പറഞ്ഞ് പഠിക്കുക. ഈ പറയുന്ന ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ശീലിക്കാവുന്നതാണ്. എനിവേ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ പതിയണം. ഡു യു ഹാവ് എനി റൈപ്പ്, ഡു യു ഹാവ് എനി റൈപ്പ്, ഡു യു ഹാവ് എനി റൈപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ. ഒരു സാധനം വാങ്ങിയതിന് ശേഷം ഇതൊന്ന് തൂക്കി നോക്കൂ അല്ലെങ്കിൽ ഇതൊന്ന് തൂക്കി തരൂ എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. പ്ലീസ് വെയ് ദിസ് എന്ന് പറഞ്ഞാൽ മതി. ഇതൊന്ന് തൂക്കി തരൂ, ഇതൊന്ന് തൂക്കി നോക്കൂ, ഇതൊന്ന് തൂക്കി തരൂ എന്ന അർത്ഥത്തിൽ പ്ലീസ് വെയ് ദിസ്. ഇതൊന്ന് തൂക്കി തരൂ. പ്ലീസ് വെയ് ദിസ്, പ്ലീസ് വെയ് ദിസ്. ഇതൊന്ന് തൂക്കി തരൂ, എനിക്ക് 1 കിലോ വേണം. ഒരു സംഗതി നമ്മൾ എടുത്തിരിക്കുകയാണ്, ഒരു സാധനം, എന്നിട്ട് കൊടുത്തിട്ട് പറയണം ഇതൊന്ന് തൂക്കി തരൂ, എനിക്ക് 1 കിലോ വേണം. പ്ലീസ് വെയ് ദിസ്, ഐ നീഡ് 1 കിലോ, ഐ നീഡ് 1 കിലോ. പ്ലീസ് വെയ് ദിസ്, ഐ നീഡ് 1 കിലോ. ഇതാദ്യം തൂക്കി നോക്ക്. നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ച് വെച്ചിട്ട് ഇതാദ്യം തൂക്കി നോക്ക്. പ്ലീസ് വെയ് ദിസ് ഫസ്റ്റ്.
പ്ലീസ് weigh this first. പ്ലീസ് weigh this first. ഈ വഴുതനങ്ങ ഒന്ന് തൂക്കി നോക്കൂ. പ്ലീസ് weigh this brinjal. പ്ലീസ് weigh this brinjals. പ്ലീസ് weigh this brinjals. കൃത്യം 1 കിലോ തൂക്കി നോക്കൂ. കൃത്യം 1 കിലോ തൂക്കി നോക്കൂ. പ്ലീസ് weigh exactly 1 kilo. പ്ലീസ് weigh exactly 1 kilo. കൃത്യം 1 കിലോ തൂക്കി നോക്കൂ. പ്ലീസ് weigh exactly 1 kilo. അടുത്ത എക്സ്പ്രഷൻ, നമ്മളൊരു വസ്തു കേടായിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സംതിങ് ഹാവ് ഗോൺ ബാഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ദീസ് ഡാഷ് ഹാവ് ഗോൺ ബാഡ് എന്നുള്ള എക്സ്പ്രഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ദീസ് ഡാഷ് ഹാവ് ഗോൺ ബാഡ്. ഈ ഒരു സംഗതി കേടായിപ്പോയി. ദീസ് ഡാഷ് ഹാവ് ഗോൺ ബാഡ്. ഓക്കെ, ദീസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മളവിടെ ഹാസ് ഗോൺ ബാഡ് എന്ന് പറയുന്ന തെറ്റാണ്. ഹാവ് ഗോൺ ബാഡ് എന്ന് പറയുക. ദീസ് ഡാഷ് ഹാവ് ഗോൺ ബാഡ്. ഈ ദീസിനെ നമ്മൾ ദിസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ദിസ് ഡാഷ് ഹാസ് ഗോൺ ബാഡ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഈ മുരിങ്ങക്കായകൾ അല്ലെങ്കിൽ ഈ മുരിങ്ങക്കായ കേടായിപ്പോയല്ലോ. ദീസ് ഡ്രം സ്റ്റിക്സ്, മുരിങ്ങക്കായ്ക്ക് നമ്മൾ ഡ്രം സ്റ്റിക്ക് എന്ന് പറയും. അപ്പോൾ ദീസ് ഡ്രം സ്റ്റിക്സ് ഹാവ് ഗോൺ ബാഡ്. ഈ മുരിങ്ങക്കായകൾ എന്ന് മലയാളത്തിൽ പറയില്ല, കായ അല്ലേ, അത് തന്നെ പ്ലൂറലാണ്. ഓക്കെ, അപ്പോൾ ഈ മുരിങ്ങക്കായ കേടായിപ്പോയല്ലോ. ദീസ് ഡ്രം സ്റ്റിക്സ് ഹാവ് ഗോൺ ബാഡ്. ഈ വെണ്ടയ്ക്കകൾ കേടായിപ്പോയല്ലോ. ദീസ് ലേഡീസ് ഫിംഗേഴ്സ് ഹാവ് ഗോൺ ബാഡ്. ദീസ് ലേഡീസ് ഫിംഗേഴ്സ് ഹാവ് ഗോൺ ബാഡ്. ഈ ഉള്ളി കേടായിപ്പോയല്ലോ. ദീസ് അനിയൻസ് ഹാവ് ഗോൺ ബാഡ്. ദീസ് അനിയൻസ് ഹാവ് ഗോൺ ബാഡ്. ഈ ഉരുളക്കിഴങ്ങ് കേടായിപ്പോയല്ലോ. ദീസ് പൊട്ടാറ്റോസ് ഹാവ് ഗോൺ ബാഡ്. ദീസ് പൊട്ടാറ്റോസ് ഹാവ് ഗോൺ ബാഡ്. ഈ തണ്ണിമത്തൻ കേടായിപ്പോയല്ലോ. ദിസ് വാട്ടർമെലൺ ഹാസ് ഗോൺ ബാഡ്. ശ്രദ്ധിക്കുക, തണ്ണിമത്തൻ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ദീസ് എന്ന് പറഞ്ഞില്ല. നമ്മൾ ഒരു തണ്ണിമത്തനാണ് പറയുന്നതെങ്കിൽ ദിസ് വാട്ടർമെലൺ ഹാസ് ഗോൺ ബാഡ്. കുറേ തണ്ണിമത്തനുണ്ടെങ്കിലോ ദീസ് വാട്ടർമെലൺസ് ഹാവ് ഗോൺ ബാഡ്. അപ്പോൾ കേടായിപ്പോയി എന്നതിന് ഹാവ് ഗോൺ ബാഡ് എന്നാണ് പറയുക. ദീസ് സംതിങ് ഹാവ് ഗോൺ ബാഡ് അല്ലെങ്കിൽ ദിസ് സംതിങ് ഹാസ് ഗോൺ ബാഡ്. ക്ലിയർ ആയല്ലോ? ഇനി നാലാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദിസ് ഡാഷ് ഇസ് റോട്ടൺ. അത് പ്ലൂറലായിട്ട് പറയുകയാണെങ്കിൽ ദീസ് ഡാഷ് ആർ റോട്ടൺ എന്നും പറയാം. ചീഞ്ഞുപോയി എന്നാണ് റോട്ടൺ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. നമ്മൾ സ്പോയിൽഡ് എന്നും പറയാറുണ്ട്. എങ്കിലും സാധാരണ ഈ പറയുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ പറയുമ്പോൾ സ്പോയിൽഡിനേക്കാളും കുറച്ചുകൂടെ നല്ലത് റോട്ടൺ ആണ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറോ അല്ലെങ്കിൽ മറ്റ് ആഹാര പദാർത്ഥങ്ങൾ ചീഞ്ഞുപോയി അല്ലെങ്കിൽ കേടായിപ്പോയി എന്നതിന് നമുക്ക് സ്പോയിൽ ഉപയോഗിക്കുന്നത് നന്നാകും. എനിവേ, ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ റോട്ടനാണ്, ചീഞ്ഞുപോയി, ഡിക്കേ ആയിപ്പോയി, ചീഞ്ഞുപോയി എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റോട്ടനാണ്. നോക്കൂ, ഈ കക്കരി ചീഞ്ഞുപോയല്ലോ. ഈ കക്കരി ചീഞ്ഞുപോയല്ലോ. ദ ക്യൂക്കമ്പേഴ്സ് ആർ റോട്ടൻ. ഇത് കുക്കമ്പർ അല്ല കേട്ടോ, ക്യൂക്കമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ദീസ് ക്യൂക്കമ്പേഴ്സ് ആർ റോട്ടൻ. ഈ മത്തങ്ങ ചീഞ്ഞുപോയല്ലോ. ദിസ് പംകിൻ ഈസ് റോട്ടൻ. പംകിൻ അല്ലേ, മത്തങ്ങ. ഈ പടവലങ്ങ ചീഞ്ഞുപോയല്ലോ. ദിസ് സ്നേക്ക് ഗോഡ് ഈസ് റോട്ടൻ. ഈ കൈപ്പക്ക ചീഞ്ഞുപോയല്ലോ. ദിസ് ബിറ്റർ ഗോഡ് ഈസ് റോട്ടൻ. ഈ പയറ് ചീഞ്ഞുപോയല്ലോ. ദീസ് ബീൻസ് ആർ റോട്ടൻ. ഈ പയർ ചീഞ്ഞുപോയല്ലോ. ദീസ് ബീൻസ് ആർ റോട്ടൻ. ദീസ് ഡാഷ് ടേസ്റ്റ് സവർ. സവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് സവർ. അപ്പോൾ ദീസ് ഡാഷ് ടേസ്റ്റ് സവർ അല്ലെങ്കിൽ ദിസ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ സിംഗുലറായ പറയുന്നെങ്കിൽ ദിസ് ഡാഷ് ടേസ്റ്റസ് സവർ. അവിടെ സിംഗുലറായിട്ടാണ് പറയാം. നമുക്ക് ഉദാഹരണം നോക്കാം. ഈ ബബ്ലി മൂസിന് പുളിയാണ്. ബബ്ലി മൂസ് നിങ്ങളുടെ നാട്ടിലെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ബബ്ലി മൂസ് എന്നാണ് പറയുക. പല ആൾക്കാർക്ക് അതിന് ഇംഗ്ലീഷ് അറിയാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബബ്ലി മൂസിന് പുളിയാണ്. ദീസ് പോമലോസ് ടേസ്റ്റ് സവർ. ഈ മൊസംബിക്ക്, നമ്മൾ മുസംബി എന്ന് പറയാറുണ്ട്. ഈ മുസംബിക്ക് പുളിയാണ്.
മുസംബിക്ക് ഇംഗ്ലീഷിന് മുസംബി എന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല, കാരണം അതൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രയോഗമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കതിന് ഇംഗ്ലീഷിൻ്റെ വാക്കുണ്ട്, സ്വീറ്റ് ലൈം എന്നാണ് അതിന് പൊതുവെ പറയാറുള്ളത്, സ്വീറ്റ് ലൈം. അപ്പോൾ ദീസ് സ്വീറ്റ് ലൈംസ് ടേസ്റ്റ് സവർ, ദീസ് സ്വീറ്റ് ലൈംസ് ടേസ്റ്റ് സവർ. ഈ പേരയ്ക്കൊക്കെ പുളിയാണ്. ദീസ് guavas taste sour, these guavas taste sour. ഈ വാളൻ പുളിക്ക് നല്ല പുളിയാണ്. നമ്മുടെ നാട്ടിലുള്ള വാളൻ പുളി ഉണ്ടല്ലോ, അതിന് നല്ല പുളിയാണ്. എങ്ങനെ പറയാം? ദീസ് ടാമറിൻസ് ടേസ്റ്റ് സവർ, ദീസ് ടാമറിൻസ് ടേസ്റ്റ് സവർ. ഈ കുടംപുളിക്ക് നല്ല പുളിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കുടംപുളി. കുടംപുളിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാം? മലബാർ ടാമറിൻഡ്. അപ്പോൾ ഈ കുടംപുളിക്ക് നല്ല പുളിയാണ്. ദിസ് മലബാർ ടാമറിൻഡ് ടേസ്റ്റസ് വെരി സവർ. ഇവിടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ദിസ് മലബാർ ടാമറിൻഡ് ഒരു പുളിയെക്കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ്. കൂടുതലായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദീസ് മലബാർ ടാമറിൻസ് ടേസ്റ്റ് വെരി സവർ എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ദീസ് ഡാഷ് ടേസ്റ്റ് സവർ, ഇത് പുളിയാണ്. ടേസ്റ്റ് ഓർ ടേസ്റ്റ് സവർ, ഇത് പുളിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ലൈഫ് ഇൻട്രാക്റ്റീവ് മെത്തേഡിലൂടെ ലോകത്തെവിടെ ഇരുന്നും ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ലൈഫ് ഇൻട്രാക്റ്റീവ് കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സാണ്. ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം. എനിവേ, നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വേർ ആർ ദീസ് ഡാഷ് ഫ്രം. ഇത് എവിടെ നിന്നാണ്? അതിന് മറുപടിയായിട്ട് ദേ ആർ ഫ്രം സംവെയർ, എവിടെ നിന്നാണെന്ന് പറയുന്നതും എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാം. അതായത് നോക്കിയേ, ഈ തക്കാളി എവിടെ നിന്നാണ്, അതായത് ഇത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് ഏത് നാട്ടിൽ നിന്ന് വരുന്നതാണ് എന്നറിഞ്ഞാലായിരിക്കും ചിലപ്പോൾ അത് വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ തക്കാളി എവിടെ നിന്നുള്ളതാണ്, ഈ തക്കാളി എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും? വേർ ആർ ദീസ് ടൊമാറ്റോസ് ഫ്രം, വേർ ആർ ദീസ് ടൊമാറ്റോസ് ഫ്രം. അപ്പോൾ അതാണ് വേർ ആർ ദീസ് ഡാഷ് ഫ്രം. അവിടെ എന്ത് വേണമെങ്കിലും മാറ്റി പറയാം, വേർ ആർ ദീസ് ഡാഷ് ഫ്രം. അപ്പോൾ നമ്മളതിന് മറുപടി പറയാം, ദേ ആർ ഫ്രം ഗുണ്ടൽപേട്ട്, ദേ ആർ ഫ്രം ഗുണ്ടൽപേട്ട്. അത് ഗുണ്ടൽപേട്ടയിൽ നിന്നാണ്. ഈ ക്യാരറ്റ് എവിടെ നിന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കും? വേർ ആർ ദീസ് ക്യാരറ്റ്സ് ഫ്രം, അല്ലേ? വേർ ആർ ദീസ് ക്യാരറ്റ്സ് ഫ്രം? ദേ ആർ ഫ്രം ഊട്ടി, അത് ഊട്ടിയിൽ നിന്നുള്ളതാണ്. ഈ പേരയ്ക്ക എവിടെ നിന്നുള്ളതാണ്? വേർ ആർ ദീസ് ഗുവാവാസ് ഫ്രം? ദേ ആർ ഫ്രം അലഹാബാദ്, അത് അലഹാബാദിൽ നിന്നുള്ളതാണ്. ഈ മുസംബി എവിടെ നിന്നുള്ളതാണ്? അത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ്. വേർ ആർ ദീസ് സ്വീറ്റ് ലൈംസ് ഫ്രം? വേർ ആർ ദീസ് സ്വീറ്റ് ലൈംസ് ഫ്രം? ദേ ആർ ഫ്രം ആന്ധ്രാപ്രദേശ്. ഈ ബബ്ലി മൂസ് എവിടെ നിന്നുള്ളതാണ്? ഈ ബബ്ലി മൂസ് എവിടെ നിന്നാണ് വരുന്നത്? അത് വയനാട്ടിൽ നിന്നാണ്. എങ്ങനെ പറയാം? വേർ ആർ ദീസ് പോമെലോസ് ഫ്രം? ദേ ആർ ഫ്രം വയനാട്. വേർ ആർ ദീസ് പോമെലോസ് ഫ്രം? ദേ ആർ ഫ്രം വയനാട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനാണ് പ്ലീസ് ലീവ് ഔട്ട് ദ ഡാഷ്. പ്ലീസ് ലീവ് ഔട്ട് ദ ഡാഷ്. നമ്മൾ കുറേ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് സംഗതികളുണ്ട്. കുറച്ച് തക്കാളി വെടിയാണ്, കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി പറയുക. അതിനാണ് നമ്മൾ ലീവ് ഔട്ട് എന്ന് പറയുന്ന ഒരു വെർബ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, കേടായവ മാറ്റിവെക്കൂ, ഒഴിവാക്കൂ എന്ന് നമുക്ക് പറയണം. എങ്ങനെ നമുക്കത് പറയാൻ സാധിക്കും? പ്ലീസ് ലീവ് ഔട്ട് ദ സ്പോയിൽഡ് വൺസ്. കേടായതിന് നമുക്ക് സ്പോയിലും ഉപയോഗിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പ്ലീസ് ലീവ് ഔട്ട് ദി സ്പോയിൽഡ് വൺസ്. ചീഞ്ഞ തക്കാളി ഒഴിവാക്കൂ. ചീഞ്ഞതിന് നമ്മൾ റോട്ടൺ ആണ് ഉപയോഗിക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലീവ് ഔട്ട് ദി റോട്ടൺ ടൊമാറ്റോസ്. പ്ലീസ് ലീവ് ഔട്ട് ദി റോട്ടൺ ടൊമാറ്റോസ്. ചീഞ്ഞ തക്കാളി ഒഴിവാക്കൂ. പ്ലീസ് ലീവ് ഔട്ട് ദി റോട്ടൺ ടൊമാറ്റോസ്. കേടായ ആപ്പിളുകൾ ഒഴിവാക്കൂ. പ്ലീസ് ലീവ് ഔട്ട് ദി ഡാമേജ്ഡ് ആപ്പിൾസ്. ചതഞ്ഞ മാങ്ങകൾ ഒഴിവാക്കൂ. ചതഞ്ഞു പോയ മാങ്ങ അത് ഒഴിവാക്കാൻ. പ്ലീസ് ലീവ് ഔട്ട് ദ ബ്രൂയിസ്ഡ് മാംഗോസ്. പ്ലീസ് ലീവ് ഔട്ട് ദി ബ്രൂയിസ്ഡ് മാംഗോസ്. കൂടുതൽ പഴുത്ത, അതായത് പഴുപ്പ് ഏറിയ, കൂടുതൽ പഴുത്ത വാഴപ്പഴം ഒഴിവാക്കൂ. നമ്മൾ പഴം വാങ്ങിക്കുക, അപ്പോൾ അതിൽ പഴുപ്പ് ഏറിയതുണ്ട്. ഈ പഴുപ്പ് ഏറിയതിനെ നമ്മൾ ഓവർ റൈപ്പ് എന്ന് പറയാം. അപ്പോൾ കൂടുതൽ പഴുത്ത വാഴപ്പഴം ഒഴിവാക്കൂ. പ്ലീസ് ലീവ് ഔട്ട് ദി ഓവർ റൈപ്പ് ബനാനാസ്. പ്ലീസ് ലീവ് ഔട്ട് ദി ഓവർ റൈപ്പ് ബനാനാസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ആർ ദീസ് ലോക്കൽ. ഇത് നാടനാണോ? പലത് വാങ്ങിക്കുമ്പോഴല്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോഴിമുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നാടൻ മുട്ടയാണോ, നാടനാണോ,
അല്ലേ? അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇവ നാടൻ പേരൊക്കെയാണോ? എങ്ങനെ ചോദിക്കാം? ആർ ദീസ് ലോക്കൽ ഗോവാസ്? ആർ ദീസ് ലോക്കൽ ഗോവാസ്? ഇവ നാടൻ കൈതച്ചക്കയാണോ? ആർ ദീസ് ലോക്കൽ പൈനാപ്പിൾസ്? ഇവ നാടൻ പപ്പായയാണോ? ആർ ദീസ് ലോക്കൽ പപ്പായാസ്? ഇവ നാടൻ മൊസംബിയാണോ? ആർ ദീസ് ലോക്കൽ സ്വീറ്റ് ലൈംസ്? ഇവ നാടൻ ബബ്ലി മൂസാണോ? ആർ ദീസ് ലോക്കൽ പൊമലോസ്? ആർ ദീസ് ലോക്കൽ പൊമലോസ്? ആർ ദീസ് ലോക്കൽ പൊമലോസ്? അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനാണ് എനിത്തിങ് എൽസ്. എല്ലാവരും എപ്പോഴും പറയുന്നതാണ് എനിത്തിങ് എൽസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് നമ്മളത് ചോദിക്കുന്നത്, അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് എൽസ്, എനിത്തിങ് എൽസ്. സാർ വേറെ എന്തെങ്കിലും വേണോ? എനിത്തിങ് എൽസ് സാർ. മാഡം വേറെ എന്തെങ്കിലും വേണോ? മാഡം വേറെ എന്തെങ്കിലും വേണോ? എനിത്തിങ് എൽസ് മാഡം, എനിത്തിങ് എൽസ് മാഡം. വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് വേറെ രൂപത്തിൽ ചോദിക്കാം. ആദ്യം നമ്മൾ വേറെ എന്തെങ്കിലും വേണോ, എനിത്തിങ് എൽസ് എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ, അതിങ്ങനെ ചോദിക്കാം, ഈസ് ദർ എനിത്തിങ് മോർ. അപ്പോൾ എനിത്തിങ് എൽസ് അല്ലാതെ ഈസ് ദർ എനിത്തിങ് മോർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും വേണോ? ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഡു യു നീഡ് എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഈ അധ്യായത്തിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് ദാറ്റ്സ് ഓൾ ആണ്. ശ്രദ്ധിക്കുക, നമ്മളിന്ന് 10 എക്സ്പ്രഷൻസാണ് പഠിച്ചത്. ഈ 10 എക്സ്പ്രഷൻ നന്നായിട്ട് വെള്ളം പോലെ പ്രാക്ടീസ് ചെയ്തുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും ഈ പറയുന്ന പാറ്റേൺസ് ഇതുപോലെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത്ര മതി, ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഓൾ, അത്ര മതി, ദാറ്റ്സ് ഓൾ. ഇന്നത്തേക്ക് അത്ര മതി എന്നാണെങ്കിലോ, ഇന്നത്തേക്ക് അത്ര മതി, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എനിക്ക് അത്രയേ വേണ്ടൂ, ദാറ്റ്സ് ഓൾ ഐ നീഡ്, ദാറ്റ്സ് ഓൾ ഐ നീഡ്. എനിക്ക് അത്രയേ വേണ്ടൂ, ദാറ്റ്സ് ഓൾ ഐ നീഡ്. അത്ര മതി, നന്ദി, ദാറ്റ്സ് ഓൾ, താങ്ക് യു, ദാറ്റ്സ് ഓൾ, താങ്ക് യു, അത്ര മതി, നന്ദി. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇല്ല ഇപ്പോൾ അത്ര മതി, ഇല്ല ഇപ്പോൾ അത്ര മതി, എങ്ങനെ പറയാം? നോ, ദാറ്റ്സ് ഇറ്റ് ഓൾ ഫോർ നൗ, ദാറ്റ്സ് ഓൾ ഫോർ നൗ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. നേരത്തെ ഞാനെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, ഇന്നത്തേക്ക് അത്ര മതി, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇപ്പോഴത്തേക്ക് അത്ര മതി, ഇപ്പോൾ അത്ര മതി, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 10 എക്സ്പ്രഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ അധ്യായം കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണുക. വരുന്ന അധ്യായം നാളെ ഇതേ സമയത്ത് 8 മണിക്ക് അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കോഴ്സ് ത്രൂ ഔട്ട് മുടങ്ങാതെ കാണുക. ജീവിതത്തിലെ എല്ലാ മേഖലകളെയും, നമ്മുടെ എസെൻഷ്യലായിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു കോഴ്സാണിത്. അതുകൊണ്ട് വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. മാത്രമല്ല, നമ്മുടെ ബ്രിസ്റ്റൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി ലൈവ് ഇൻട്രാക്റ്റീവ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നേരത്തെ ഞാൻ തന്ന നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത്. നമ്പർ താഴെ കമൻറ്റ് ബോക്സിൻ്റെ ഭാഗത്ത് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.